നമ്മുടെ അക്ഷരായനം കുടുംബസംഗമം ജനുവരി 26-ന് വിവേകോദയം സ്കൂളിൽ വെച്ച് നവകം 2025 9:30 മണി മുതൽ ആരംഭിക്കും. നമുക്ക് എല്ലാവർക്കും കാണാം, കൂട്ടുകൂടാം, പാട്ടുപാടാം, ഒരുമിച്ച് ആടാം, പുസ്തകമെടുക്കാം, വിത്തെടുക്കാം, വിത്ത് കൊടുക്കാം, സമ്മാനങ്ങൾ വാങ്ങാം. അങ്ങനെ ഒരുപാട് പരാതികൾ പറയാം, പരിഭവം പറയാം, സ്നേഹം പങ്കിടാം. അപ്പൊ നമുക്ക് ജനുവരി 26-ന് കാണാം. പത്തായത്തിലേക്ക് വിത്ത് കൊണ്ടുവരാൻ മറക്കരുത്. നമസ്കാരം, എൻ്റെ പേര് ദൈവിക്. അക്ഷരത്തിൽ ഞാൻ ആദ്യമായാണ് പങ്കെടുക്കുന്നത്. അക്ഷര മാധ്യമം എനിക്ക് എന്തായെന്നും അറിയുണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞു പുസ്തകങ്ങൾ വായിക്കാനെന്നാ തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വായിച്ചോളാം എന്ന്. എന്നിട്ട് അമ്മ C1-ൽ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് പ്രമിള ടീച്ചർ അമ്മയെ വിളിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ലോണം മനസ്സിലായത്. 3 പുസ്തകങ്ങൾ വായിക്കാൻ കിട്ടി. ഒന്നാമത്തേത് സുമയ, രണ്ടാമത്തേത് പ്രകൃതി കഥകൾ, മൂന്നാമത്തേത് കുഞ്ഞു മാഷ് എഴുതിയ ചെറിയ കുട്ടി കവിതകളും. ആ 3 പുസ്തകങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ അതിൽ നിന്ന് എനിക്ക് കൂടുതൽ അറിവുകളും വാക്കുകളും കിട്ടി. ഞാൻ ജനുവരി 26-ാം അവരെ കാണാൻ കാത്തിരിക്കുകയാണ്. നന്ദി. ഹായ് കൂട്ടുകാരെ, അക്ഷരായനത്തിന്റെ പൂരപ്പറമ്പിലെത്താൻ നിങ്ങളും വരില്ലേ? വേഗം വരണേ. ഹായ് കൂട്ടുകാരെ, അങ്ങനെ ആ ദിവസം അടുത്തെത്തി. ജനുവരി 26. അക്ഷരങ്ങളിലൂടെ അയനം നടത്തുന്നവർ. വായിച്ചും എഴുതിയും പരസ്പരം കാണാതെ തന്നെ ഹൃദയം കൈമാറിയവരല്ലേ നമ്മൾ? നമുക്ക് ഒരുമിക്കാനായുള്ള ആ സംഗമഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു. വിവേകോദയം സ്കൂൾ. പിന്നെ അന്നേ അവിടെ PN ഗോപികൃഷ്ണൻ, AG ഒലീന, ഡോക്ടർ റാവുണ്ണി എന്നു വേണ്ട ഒട്ടനവധി പ്രതിഭകളെ നമുക്ക് നേരിട്ട് കാണാനും അവരുടെ വലിയ ലോകത്തെക്കുറിച്ച് അനുഭവിച്ചറിയാനും ഒക്കെയുള്ള അവസരമുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, ഈ ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ വന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആൾക്കാരായി മാറിയ ആ അതിഥികളില്ലേ, അവരെ കാണാനും കേൾക്കാനും ഭാഗ്യം ഉണ്ടാവൂട്ടോ. അപ്പൊ വരില്ലേ? നിങ്ങളും വരില്ലേ ഈ പരിപാടി കൊഴുപ്പിക്കാൻ? കൊട്ടിക്കലാശമായിട്ട് ആടി കലാപരിപാടികൾ അവതരിപ്പിക്കാൻ? ഞാൻ സുമ ടീച്ചർ, ഞാനും വരും നിങ്ങളോടൊപ്പം കൂടാൻ. എന്നെ മനസ്സിലായില്ലേ? പയ്യൻ വീക്കെൻഡിന്റെ. അപ്പോ ജനുവരി 26-ന് ഞാനും വരുന്നുണ്ട് തൃശ്ശൂർക്ക്. ഞാൻ മാത്രല്ല, എന്റെ കൂട്ടുകാരും വരുന്നുണ്ട്. എട്ടുകാലി മമ്മൂല്, കുട്ടിയടത്തി, കുഞ്ഞിപ്പാത്തുമ്മ, രവി, സേതു, അപ്പുണ്ണി, ഇന്ദുലേഖ. പുസ്തകം തുറന്ന് നിങ്ങൾ പുറത്തേക്ക് വിട്ട ഞങ്ങൾ എല്ലാവരും അവിടെ ഉണ്ടാകും. അവിടെ എത്തുന്ന 100 കണക്കിന് വായനക്കാരുടെ കണ്ണിൽ നിങ്ങൾക്ക് ഞങ്ങളെ കാണാം.
അക്ഷരായന നവകം ജനുവരി 26-ന് തൃശ്ശൂർ വിവേകോദയം ഹൈസ്കൂളിൽ. അതെ അതെ, രാമേട്ടൻ തന്നെയാണ്. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ഓ അത് ശരി. 26-ാം തീയതി അക്ഷരായനത്തിൻ്റെ ഒരു മീറ്റിംഗ്. അക്ഷരായനം എന്താ അറിയില്ലെന്നോ? അക്ഷരായനം എന്ന് പറഞ്ഞാൽ വായനയെ സ്നേഹിക്കുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഒരു 10-12,000 ആൾക്കാർ അതിൽ അംഗമാണിപ്പോൾ. ഇവർ എല്ലാ കൊല്ലവും പുതിയ ആൾക്കാരെ വായനാ പങ്കാളികളെ ചേർക്കും. എന്നിട്ട് 3-4 പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കും. അതിൽ പല വെറും വായനയല്ല, അതിനെപ്പറ്റി പരീക്ഷകളുണ്ടാവും. അതിൻ്റെ ഒരു തലം ഒന്ന് വേറെയാണെന്നർത്ഥം. അതിൽ പറ്റുമെങ്കിൽ ആ ഗ്രന്ഥകർത്താവിനെ കൊണ്ടുവരും, അതിനെപ്പറ്റി ചർച്ച ചെയ്യും, ഡിസ്കഷൻ ചെയ്യും. അങ്ങനെ വലിയൊരു സംഭവമാണത്. അതിൻ്റെ കുടുംബസംഗമം ആണ് ഈ 26-ാം തീയതി. അതായത് ഈ തിങ്കളാഴ്ച എന്നർത്ഥം. വിവേകോദയം സ്കൂളിൽ വെച്ചിട്ടാണ്. തൃശ്ശൂർ റൗണ്ടിൻ്റെ അടുത്ത് തന്നെ. അതെ, ബസ് സ്റ്റോപ്പിൽ നിന്നും സ്റ്റേഷനിൽ നിന്നൊക്കെ വളരെ അടുത്താണ്. അപ്പോൾ അവിടെ പരിപാടി എന്താണോ, അതിപ്പോൾ ഒരു 8:30 അവിടെ എത്തിയാൽ ആദ്യം രജിസ്ട്രേഷൻ ഉണ്ട്. കാരണം എത്ര ആൾക്കാർ വന്നു എന്നറിയണ്ടേ. അത് ഊണൊക്കെ ഉണ്ട്. വെള്ളം കൂടിയും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വെള്ളമുണ്ട്, ഇടനേരത്തെ ചായയുണ്ട്, ഊണ്, അങ്ങനെ അത്യാവശ്യം ചെറിയൊരു സദ്യ. പിന്നെ വൈകുന്നേരം വീണ്ടും ചായയോ ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു 9 മണി മുതൽ 5 മണി വരെ പരിപാടികൾ ഉണ്ടാവും നൃത്തം. അതിൽ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇക്കൊല്ലം നവകാണ്. അക്ഷരായനത്തിൻ്റെ 9 കൊല്ലത്തെ പ്രവർത്തനം കഴിഞ്ഞു. 9ാമത്തെ കൊല്ലത്തെ മികച്ചതും മികവാർന്നുമായുള്ള വായനക്കാർ, അവർ ഓരോ കാറ്റഗറിയിലും 10 വീതം മികച്ചതും മികവാർന്നതായ വായനക്കാരെ അവരെ അനുമോദിക്കാം. അപ്പം അത് ഉണ്ട്. പിന്നെ കൂടാതെ ഈ ലൈബ്രറിയിൽ എല്ലാ 14 ജില്ലകളിൽ നിന്നും ഓരോ മികച്ച ലൈബ്രറിയനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരെ അനുമോദിക്കുന്നതും ഈ ചടങ്ങിൽ വെച്ച് തന്നെയാണ്. പിന്നെ കുട്ടികളുടെ ചില കലാപരിപാടികൾ, മുതിർന്നവരുടെ ഉണ്ട്. പിന്നെ പുസ്തക പ്രകാശനം, ചില എക്സിബിഷൻ, അങ്ങനെ നേരം പോക്കും ആയിട്ടുള്ള സംഗതികളും പലതുമുണ്ട്. അപ്പോൾ വൈകുന്നേരം വരെ പരിപാടി ഉണ്ടാവും അർത്ഥം. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ നേരിട്ട് കാണാം. സീയിങ് ഈസ് ബിലീവിങ് എന്നല്ലേ. കണ്ടു കഴിഞ്ഞാൽ അതിനെ അക്ഷരായനം എന്താണെന്നുള്ളതൊക്കെ കുറച്ചും കൂടി ധാരണ കിട്ടും. അപ്പോൾ ഇതിൽ പ്രവർത്തകരുടെ പേരൊന്നും ഞാൻ പറയാൻ മെനക്കെടുന്നില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നൊന്നും ഈ ഫോൺ വയ്ക്കാൻ സമയം കിട്ടില്ല, അത്ര ആൾക്കാരുണ്ട്. പിന്നെ ഊണിൻ്റെയും കാര്യത്തിനൊക്കെ ചിലവൊക്കെ ഉണ്ട്. അത് ഞങ്ങളൊക്കെ തന്നെ എടുക്കും. അല്ലാതെ വേറൊരു പുറമേ നിന്നൊരു സ്പോൺസറോ അതൊന്നുമില്ല. അതൊക്കെ ഈ വായനാ പങ്കാളികൾ തന്നെ എടുത്ത് അങ്ങോട്ട് നടത്തിക്കുക, അത്രയേ ഉള്ളൂ. സന്തോഷമാണ്. കോൺട്രിബ്യൂഷൻ തരികയാണെന്ന് വെച്ചാൽ സന്തോഷമാണ്. പിന്നെ ഈ കുടുംബസംഗമത്തിന് പുറമെ ഒരു ഇടക്കാല സംഗമമുണ്ട്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അവിടെ വരുമ്പോൾ കാണുമ്പോൾ നേരിട്ട് പറയാം, മനസ്സിലായില്ലേ? പിന്നെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അതിനെപ്പറ്റിയൊരു ഐഡിയയും കിട്ടും. അപ്പോൾ ഈ സംഗമവും ഇടക്കാല സംഗമവും അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ഓൺലൈനാണ്. കാരണം കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ദുബായിലും ഇംഗ്ലണ്ടിലൊക്കെ ഇരുന്നുകൊണ്ട് ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പങ്കാളിയില്ല, ഞങ്ങൾക്ക് പലവിധ മാസം തോറും ഓരോ ഗൂഗിൾ മീറ്റ്, പിന്നെ ചില ഗസ്റ്റിനെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക, അങ്ങനെ പല പരിപാടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയണമെന്ന് വെച്ചാൽ വന്നാൽ മതി. ഈ തിങ്കളാഴ്ച അത് 26-ാം തീയതി തന്നെ വിവേകോദയം സ്കൂള്. ലൊക്കേഷൻ വളരെ അടുത്താണ്. അത് വേണമെങ്കിൽ ലൊക്കേഷൻ മാപ്പ് അയച്ചു തരാൻ ചെയ്യാം.
കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ കാണില്ല, ഉറപ്പല്ലേ? എന്നാൽ ശരി, എന്നാൽ 26-ാം തീയതി നമുക്ക് കാലത്ത് അവിടെ കാണാം. അതിൽ എനിക്ക് വലിയ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയം, ഇംഗ്ലീഷ് ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പിൻ്റെ ചെറിയൊരു ചുമതല എനിക്കുണ്ട്. അതുള്ളൂ. ഞാൻ 3 കൊല്ലമായിട്ടുള്ളൂ ഇപ്പോൾ ഇതിൽ. ശരി, എന്നാൽ ഓക്കെ, നാളെ കാണാം കേട്ടോ. നാളെ അല്ല, 26-ാം തീയതി കാലത്ത് കാണാം. ശരി. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സുരേന്ദ്രൻ പുന്നശ്ശേരി, അമേച്ചർ വാനനിരീക്ഷകൻ, അസ്ട്രോകോളമിസ്റ്റ്. അക്ഷരായനം എന്ന സാംസ്കാരിക സമിതിയുടെ വാർഷികാഘോഷത്തിന് സ്നേഹപൂർണമായ ആശംസകൾ അർപ്പിക്കുകയാണ്. അക്ഷരായനം അക്ഷരങ്ങളുടെ, വായനയുടെ, മാനവ സംസ്കാരത്തിൻ്റെ ഒരു വസന്തോത്സവം തന്നെയാണ്. അക്ഷരങ്ങൾ എന്നാൽ ക്ഷയമില്ലാത്തത് എന്നാണ് അർത്ഥം. ക്ഷയമില്ലാത്തത് നക്ഷത്രങ്ങളുമാണ്. അക്ഷരനക്ഷത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിവിൻ്റെ, സംസ്കാരത്തിൻ്റെ, നന്മയുടെ പുതിയ വെളിച്ചം നൽകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നന്മയും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, പൂർണിമയാണ്. കോവിഡ് കാലം മുതൽ തുടങ്ങിയതാണ് അക്ഷരായനവുമായിട്ടുള്ള ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത്. തുടർച്ചയായി വിധികർത്താവായി അക്ഷരായനത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. മികച്ച വായനക്കാരെ കണ്ടെത്തുന്നതിൽ അക്ഷരായനം വഹിക്കുന്ന പങ്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല. പുതിയൊരു കാലഘട്ടത്തിൽ സാഹിത്യത്തെക്കുറിച്ച്, സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ച്, സാമൂഹിക ചലനങ്ങളെക്കുറിച്ച് ഒക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ ഇത്തരം ചർച്ചകൾ സംഘടിപ്പിക്കുന്നു, മികച്ച വായനാ പങ്കാളികളെ കണ്ടെത്തുന്നു, അതുമാത്രമല്ല അവർക്കായി ഒരു മത്സരം സംഘടിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ എടുത്തു പറയേണ്ട സംഗതി തന്നെയാണ്. എന്തായാലും കേരളത്തിൻ്റെ ആ ഒരു സാംസ്കാരിക സാഹിത്യ നഭോമണ്ഡലത്തിൽ അക്ഷരായനം കൊളുത്തിവെച്ച ആ ഒരു ദീപം എന്ന് പറയുന്നത് അത് വലിയ എന്താ പറയുക, കേരളം മുഴുവൻ പ്രകാശം പരത്തുന്ന ഒന്നു തന്നെയാണ്. അക്ഷരായനത്തിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ അക്ഷരായനം ഈ വരുന്ന ജനുവരി 26-ന് നടത്തുന്ന കുടുംബസംഗമത്തിനും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.